ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പൊറോട്ടയാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യം 3 കപ്പ് മൈദയാണ്. 3 കപ്പ് മൈദ ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. അത് ഈ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് പഞ്ചസാരയാണ്. പഞ്ചസാര 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുഴച്ചൊരു പാകമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ വെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തിൽ തന്നെ നമ്മൾ ഇതിലേക്ക് മുഴുവൻ വെള്ളം ആഡ് ചെയ്യരുത്. അങ്ങനെ ആഡ് ചെയ്താൽ നമ്മളുടെ മാവ് ലൂസായി പോകും. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടില്ല. അപ്പോൾ കുറേശ്ശെ വെള്ളം ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് മയമായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ റോൾ ചെയ്തിനെ നമ്മളൊന്ന് ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണ തടവി കൊടുക്കുക. ഓയിൽ തന്നെയാണ് തടവി കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ 3 മണിക്കൂറിൽ കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ നമുക്ക് നന്നായിട്ടുള്ള സോഫ്റ്റ് പൊറോട്ട ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഈ ബൗളിൽ നിന്ന് എടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ചതിനേക്കാളും നന്നായിട്ട് സോഫ്റ്റായിട്ട് പിന്നെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വെക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. ഇനി ഇതിന് നമ്മൾ റോളാക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് പൊറോട്ട എടുത്തിട്ട് അതിനെ ഒരു നീളത്തിലാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത്ര വലുപ്പത്തിൽ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിന് ഞാൻ 9 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര വലുപ്പത്തിനനുസരിച്ചിട്ടോ കൂട്ടണമെങ്കിലും കുറക്കണമെങ്കിലൊക്കെ അതിനനുസരിച്ചിട്ട് നമുക്ക് റോളാക്കി എടുക്കാം. എന്നിട്ട് ഇതിനൊക്കെ ഒരു ബോൾ രൂപത്തിൽ ആക്കി റെഡിയാക്കി എടുക്കണം. അങ്ങനെ എല്ലാ ബോളിലും ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും നമ്മളൊന്ന് എണ്ണ തടവി കൊടുക്കാം. അപ്പോൾ പൊറോട്ടയ്ക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓയിൽ തന്നെ എല്ലാത്തിനും ചെയ്യാം. ഇനി ഇതിനൊരു വെറ്റായിട്ടുള്ള ശീല വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്ന ട്രയൽ ഒന്ന് എണ്ണ തടവിയ ശേഷം കൈ വെച്ചിട്ട് ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ ഇതിനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് മൈദപ്പൊടി എല്ലാ ഭാഗത്തേക്കും ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് ഇതിനെ നീളത്തിൽ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതിനെ ഇതുപോലെ 2 ഭാഗത്തു നിന്നായിട്ട് ഇങ്ങനെ അടുപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ 2 ഭാഗത്തുനിന്ന് നമ്മൾ ഇതുപോലെ അടുപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ റോളാക്കിയിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെയും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ടും വെറ്റായ ശീല വെച്ച് കൊടുക്കണം. ഇനി ഞാൻ ഓടക്കുഴൽ വെച്ചിട്ട് പരത്തുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഓടക്കുഴൽ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെയും പരത്തെടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെയും പരത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത പോലെ തന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മൈദപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് വിതറി കൊടുക്കുക. മൈദപ്പൊടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടി പോകരുത്. എന്നിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി 2 ഭാഗത്തു നിന്നായിട്ട് ഇതിനെ ഇങ്ങനെ അടുപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതിനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ റോളാക്കി എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മൾ ചെയ്യുന്നതൊക്കെ ഇതുപോലെ വെറ്റായ ശീല വെച്ചിട്ട് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് ഇതിനെയും
ഒരു 5 to 10 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി റെസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ കയ്യിൻ്റെ അടി വെച്ചിട്ട് തന്നെ ഇതിനൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമ്മൾ ഇതിന് ചുട്ടെടുക്കുന്ന ആ കല്ലിന്മേൽ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം പൊറോട്ട വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ഭാഗം ചൂടായി വന്നിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ടും നമ്മൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ പൊറോട്ടയും നമ്മൾ ചെയ്തെടുക്കണം. ഇപ്പോൾ പൊറോട്ടയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ 2 പോർഷനാക്കി മാറ്റിയിട്ട് ഇതിനെ നന്നായിട്ട് കൈ വെച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നൂലാക്കിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പൊറോട്ട ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കാം. താങ്ക് യു.